2021 മോഡൽ മഹീന്ദ്ര 575 DI ട്രാക്ടറാണിത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടായിട്ട് സ്റ്റാർട്ടിങ് മോട്ടറൊക്കെ അയച്ച് ക്ലീൻ ചെയ്തതാണ്, റീസെറ്റ് ചെയ്തതാണ്. അവിടെയൊന്നും കുഴപ്പങ്ങളില്ല. ആൾട്ടർനേറ്റർ ഈ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ബാറ്ററി ചെറിയൊരു വീക്ക് കാണിച്ചിട്ട് അത് റീചാർജ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇനി മാറ്റേണ്ടി വരും. ബാറ്ററി വീക്കാണ്. 2021 ഇതിൻ്റെ വർഷം. അപ്പോൾ ഒരു 3 വർഷം 4 വർഷം കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടി കുറച്ച് നിർത്തിയിട്ട് അതിലെ ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി. ചാർജ് ഫുൾ ഇറങ്ങിയപ്പോൾ പിന്നെ അത് തിരിച്ച് ചാർജായിട്ട് സെറ്റാവാൻ പറ്റില്ല. കുറച്ച് കാലം കിട്ടി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ, അങ്ങനെ പൊങ്ങി വന്നിക്കണം. ഇതന്നെ ഇതിൻ്റെ ബാറ്ററി വീക്കായിക്കണതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇനി പുതിയ ബാറ്ററി മാറ്റി വെച്ചിട്ട് ഇനി വണ്ടി ഓടാൻ കഴിയുള്ളൂ. ഇത് വണ്ടി ഒന്ന് സ്റ്റാർട്ടായിട്ട് വേറെ ബാറ്ററി വെച്ചിട്ട് ഡബിൾ ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ പിന്നെ അത് കുറച്ച് അങ്ങനെ ഓടുകയൊക്കെ ചെയ്യും. പക്ഷേ അത് എന്നും ഇങ്ങനെയുള്ളൊരു സാധ്യത, ഈ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഈ തെർമലിൻ്റെ വയറുകളില്ലേ, ഈ വയറുകളൊക്കെ വീക്കാവും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ബാറ്ററി മാറ്റി വെക്കലാണ്. ഒരു പ്രാവശ്യം ഈ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ചാർജ് ചെയ്തതാണ് ബാറ്ററി. അപ്പോൾ കുറച്ച് കാലമൊക്കെ കിട്ടി. പക്ഷേ വീണ്ടും ഇതന്നെ. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടാവും ഇതിന്. ഇനിയിപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിലും ഉൾഭാഗത്തുള്ള ഈ ബാറ്ററിൻ്റെ ഉള്ളിലുള്ള ഷെല്ലുകളൊക്കെ വീക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റുകളൊക്കെ കട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ബാറ്ററി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, ഓടി ഒന്ന് ചാർജ് കയറി ചൂടായി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടിങ്ങിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി പുതിയ ബാറ്ററി മാറ്റി വെക്കലാണ്. ഈ ഭാഗത്ത് പെയിൻറ്റ് കൊടുക്കണം. ഇതൊരിക്കലും ഗ്രീസ് തേക്കിട്ടാ. ഗ്രീസ് തേക്കുന്ന എന്താ പ്രശ്നം വെച്ചാൽ മണ്ണ് ഇത് പറ്റി പിടിക്കണം. എന്നാൽ ഗ്രീസിൽ നിശ്ചയ സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ തുരുമ്പുണ്ടാവും, സാധ്യത കൂടുതലാണ്. എനിക്ക് നല്ലൊരു പെയിൻറ്റ് അടിക്കാം. നല്ല 2-3 കോട്ട് പെയിൻറ്റ് നല്ല സ്ട്രോങ്ങിൽ അടിച്ചാൽ പിന്നെ ഒരു തുരുമ്പും ഇവിടെ ഉണ്ടാവില്ല.
പവർ സോണിൻ്റെ ബാറ്ററിയാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ വണ്ടി ഉണ്ടായിരുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. അത് ഏകദേശം 3 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ബാറ്ററി ലീക്കായി. ഇത് പവർ സോൺ 80H ആണ്. എക്സൈഡ്, ആമറോണ്, SF അതേ ആ ബാറ്ററിൻ്റെ ഒക്കെ പോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും എക്സ്റ്റൻഡ് വാറണ്ടിയും ഒക്കെ ഉണ്ട് ഇതിന്. റേറ്റും കുറവാണ്. 500, 1000, 1200, 1500 രൂപ വരെയൊക്കെ ഇതിന് വില കുറവുണ്ട്. പിന്നെ ഇവർ പഴയ ബാറ്ററിക്ക് മാക്സിമം റേറ്റ് നമുക്ക് ഇട്ട് തരും. ഇവരെ വിളിക്കേണ്ട നമ്പർ 99 47 30 90 10 9947 309010. തിരൂരാണ് ഇവരെ മെയിൻ ഷോപ്പുള്ളത്. 975 മണിക്കൂർ ഓടിക്കുന്നു. ട്രാക്ടറൊക്കെ മണിക്കൂർ ബേസിലെ കണക്ക് കിട്ടില്ല അല്ലേ? ആ, ട്രാക്ടർ, JCB, ഇറ്റാച്ചി ഇതൊക്കെ അങ്ങനെ തന്നെ. അല്ലാതെ അത് പിന്നെ ഈ ലെവലിൽ കാലിക്കുലേറ്റ് ചെയ്യില്ല. ഇല്ല കിലോമീറ്റർ ഓടിക്കുന്നില്ല. കാരണം അത്രക്ക് വലിയ ലോഡ് എടുക്കണല്ലേ പാടത്തൊക്കെ, അത്രക്ക് വലിയ ലോഡ് എടുക്കണമല്ലേ. അപ്പോൾ ഡീസൽ എങ്ങനെ കത്തുന്നൊരു പിടുത്തമുണ്ടാവില്ല. ലെഫ്റ്റാനെ പറ്റുള്ളൂ ഇതിക്ക്. ആ ലെഫ്റ്റാനെ പറ്റുള്ളൂ. റൈറ്റ് കൊടുക്കുമ്പോൾ ഈ സാധനം ഇവിടെ എത്തണം. പറ്റൂല. കൂടുതൽ ഞങ്ങളുടെ പാലക്കാട് ഭാഗം അങ്ങനത്തെ അല്ലല്ല, ഓൾ ഇന്ത്യൻ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര. വരാനുള്ള പാർട്ടി അവിടെ ഇത് ഷിമോഗ. ഷിമോഗ. പവർ സോൺ ബാറ്ററിയാണ്. പവർ സോൺ ഇത് 2 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയും 2 വർഷം. പവർ സോൺ ബാറ്ററി ഉണ്ട്. പവർ സോൺ എക്സൈഡ്, SF, ആമറോൺ ഈ ബാറ്ററിൻ്റെ കാര്യമൊക്കെ ഒരു 1000 റേറ്റ് ഉണ്ടാവും. പക്ഷേ എന്നാലും അതേ സെയിം ഗ്യാരണ്ടി തന്നെ ഉണ്ടാവുക. 2 ഉണ്ടാവുക 100%. 2 വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് മാറ്റി തരും. 2 വർഷത്തിനടുത്ത് പിന്നെ 2 വർഷത്തിനടുത്ത് കംപ്ലൈൻറ്റ് റിക്കവർ ചെയ്ത് തരും. അങ്ങനെ ഉണ്ട്. എന്നാലും ഇത് കുഴപ്പമില്ല. എൻ്റെ കമ്പ്ലീറ്റ് വണ്ടികൾക്കും ഇത് തന്നെയാണ് കിട്ടിയത്. പവർ സോൺ 3 വർഷം.